ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UPSC CSC എക്സാമിനേഷന്റെ സ്റ്റേജസും പാറ്റേണും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. UPSC CSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ, ഇതാണ് UPSC CSCയുടെ ഫുൾ ഫോം വരുന്നത്. എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഒരു എക്സാം ആണ് എന്ത് UPSC CSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എക്സാമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിനെ സിവിൽ സർവീസസിലേക്കും ഓൾ ഇന്ത്യ സർവീസസിലേക്കും റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വേറെ വീഡിയോസിൽ. നമുക്ക് പാറ്റേണും സ്റ്റേജസും നോക്കാം. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് പ്രിലിമിനറി എക്സാമിനേഷൻ, രണ്ടാമത്തെ സ്റ്റേജ് മെയിൻസ് എക്സാമിനേഷൻ, മൂന്നാമത്തേത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയും. പ്രിലിമിനറി എക്സാമിനേഷൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നത്? ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് സ്റ്റേജ് ആണ്. ഓക്കെ, ഓർത്തു വെക്കുക, പ്രിലിമിനറി എക്സാമിനേഷൻ എന്താണ്? ഒരു സ്ക്രീനിങ് സ്റ്റേജ് ആണ്. ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു ദിവസം തന്നെ ആയിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത്. 2 പേപ്പർ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പിന്നെന്താണ്, ഇതിന്റെ മാർക്ക് ഫൈനൽ മെറിറ്റിൽ എന്ത് ചെയ്യത്തില്ല, ആഡ് ചെയ്യത്തില്ല. നമ്മൾ മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണെന്ന്, ഒരു സ്ക്രീനിങ് സ്റ്റേജ് ആണെന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മാർക്ക് എവിടെ കൂട്ടത്തില്ല? ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടത്തില്ല. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് സ്റ്റേജ് ആണ്, ആദ്യത്തെ സ്റ്റേജ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ദിവസം തന്നെയാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. മെയിൻസ് എക്സാമിനേഷൻ പോലെ 2-3 ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു എക്സാം അല്ല, ഒറ്റ ദിവസമാണ് എന്ത് പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷന്റെ പാറ്റേൺ നോക്കാം. 2 പേപ്പർ ആണ് വരുന്നത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയും. ഓക്കെ, ഇതില് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 അതെന്താണ്? 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200-ലായിരിക്കും. അതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 200 മാർക്കിലായിരിക്കും. ഓക്കെ, ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 200 ആയിരിക്കും. അതുപോലെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 മണിക്കൂറാണ്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നൊക്കെ, അതായത് ഏതൊക്കെ സബ്ജക്ട്സിൽ നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, അതായത് CSAT. ഇതെന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. നമുക്ക് 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ മാർക്ക് വരുന്നത് എന്താണ്? 200 ആണ്. ഓക്കെ, ഇതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 മണിക്കൂർ തന്നെയാണ്. അതായത് പേപ്പർ 1 പോലെ തന്നെ എന്താണ്? 2 മണിക്കൂറാണ്. ടോട്ടൽ മാർക്കും എന്താണ്? പേപ്പർ 1 പോലെ തന്നെ 200 ആണ്. പക്ഷെ ഇവിടെ എന്താണ്? 80 ക്വസ്റ്റ്യൻസേ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? ഇതൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ 200-ല് 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് CSAT പേപ്പർ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ പേപ്പറിൽ എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടതെന്ന് നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിംഗ്, ബേസിക് ന്യൂമറിക്കൽ എബിലിറ്റി. ഓക്കെ, CSAT പേപ്പറിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രിലിംസിന്റെ പാറ്റേൺ മനസ്സിലായെന്ന് തോന്നുന്നു. 2 പേപ്പർ ആണുള്ളത്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-ല് 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ മാർക്ക് 200-ലാണ്. ടൈം ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, GS പേപ്പർ 1ന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്. ഇനി പേപ്പർ 2 CSAT പേപ്പർ ആണ്, ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. 80 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200-ലാണ്. ടൈം ഡ്യൂറേഷൻ വരുന്നത് എത്രയാണ്? 2 മണിക്കൂറാണ്. 200-ല് 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? CSAT പേപ്പർ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? റീഡിംഗ് കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിംഗ്, മാത്സ്. ഇനി മെയിൻസ് എക്സാമിനേഷൻ, അതായത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണ് എന്തുള്ളത്? മെയിൻസ് എക്സാമിനേഷൻ ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം മെയിൻസ് എക്സാമിനേഷനിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് മെയിൻസ് എക്സാമിനേഷനിലുണ്ട്. ഓക്കെ, അത് ലാംഗ്വേജ് പേപ്പർ ആണ്. 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ക്വാളിഫയിങ് നേച്ചറിലുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട് എടുക്കത്തില്ല? മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഇതിന്റെ മാർക്ക് എടുക്കുകയില്ല.
എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതിയാവും. ഇനി മെറിറ്റ് പേപ്പേഴ്സ് നോക്കാം. മെയിൻസിന്റെ മെറിറ്റ് പേപ്പേഴ്സ് നോക്കാം. എസ്എ പേപ്പർ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. ഓക്കെ, അതിൽ ഏതൊക്കെയാണുള്ളത്? ഹിസ്റ്ററി, ഇന്ത്യൻ സൊസൈറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി. ഇതാണെന്ത്? ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്തതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? പൊളിറ്റി, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ഇനി അടുത്തതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റേണൽ സെക്യൂരിറ്റി, പിന്നെന്താണ്? അഗ്രികൾച്ചർ, ഇങ്ങനെയുള്ള സബ്ജക്ട്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് എന്ത്? ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തതാണ് എന്ത്? ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 എന്ന് പറയുന്നത് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ മെയിൻസിന്റെ മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന പേപ്പേഴ്സ് ആണ് ഏതൊക്കെ? എസ് എ പേപ്പർ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3, ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. ഇതുകൂടാതെ എന്തുണ്ട്? ഓപ്ഷണൽ സബ്ജക്റ്റും ഉണ്ട്. അവിടെ എന്തുണ്ട്? നമുക്ക് 2 പേപ്പർ ഉണ്ട്, ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് ഓപ്ഷണൽ പേപ്പർ 2. ഇത്രയും പേപ്പറുകളിലാണ് എന്ത്? മെറിറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്, മെയിൻസിലെ മെറിറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയാണ്? എസ് എ പേപ്പർ ഉണ്ട്. രണ്ടാമതായിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. അതേതൊക്കെയാ? അതിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, അതിൽ ഏതൊക്കെയാണ്? പൊളിറ്റി, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3, അതിലേതൊക്കെയാണ്? എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആർട്ട് ആൻഡ് കൾച്ചർ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ സ്റ്റഡീസ് പേപ്പർ 3ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ്. ഇനി അടുത്തതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. അതെന്താണ്? എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. കൂടാതെ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ 2 പേപ്പേഴ്സ്, ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം. ഇത്രയും പേപ്പേഴ്സ് ആണ് എന്ത്? മെറിറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. മെയിൻസ് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ മെയിൻസിൽ വരുന്നത്? അല്ല, മെയിൻസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇവിടെ നമുക്ക് എസ്സേ എഴുതാനുണ്ട്. അതുപോലെയാണ് എന്ത്? ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ. ഇതെന്താണ്? മെയിൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ളതാണ് എന്ത്? പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. 3ാമത്തെ സ്റ്റേജ് ആണ്. ഓക്കെ, അറിയാലോ, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തേതാണ് പ്രിലിംസ്, അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. രണ്ടാമത്തേതാണ് മെയിൻസ്, അതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. മൂന്നാമത്തെയാണ് എന്ത്? പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മെയിൻസിന്റെയും അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ മാർക്കാണ് എന്ത്? മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. പ്രിലിംസിന്റെ മാർക്ക് എന്ത് ചെയ്യത്തില്ല? എടുക്കത്തില്ല. അതൊരു സ്ക്രീനിങ് സ്റ്റേജ് ആണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ UPSC CSE കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. CSATന്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സും ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക് യു.